ഹലോ കൂട്ടുകാരെ, ഈ പഴം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ടുള്ള പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിക്കത്തില്ലേ, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന പരിപാടിയില്ലേ, അതിന് പകരം നമ്മളിവിടെ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ജീരകവും കൂടി ഇട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഴം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലെ സാധനങ്ങളൊക്കെ നമ്മളുടെ ആവശ്യത്തിനാട്ടോ എടുക്കുന്നത്, നമുക്ക് എന്തോരം വേണോ അത്രയും എടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പഴം കുറച്ച് നല്ലപോലെ പഴുത്താൽ അത്രയും നല്ലത്. അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇവിടെ കുഞ്ഞാപ്പനും കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞൂസിനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കുന്ന ദിവസം ലഞ്ചിനായിട്ട് രണ്ടുപേരും ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പഴമൊക്കെ നല്ലപോലെ വഴണ്ടു വന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പീരി ഇടുന്നുണ്ട്. തേങ്ങാപ്പീരിയും നെയ്യും പഴവും ഒക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഏലക്ക പൊടിയായിട്ടില്ല, സമയമില്ല, പൊടിക്കാനുള്ള സമയം ഇല്ലാത്ത കാരണം ഞാൻ അതിപ്പോൾ ചേർക്കുന്നില്ലേ. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി എന്തായി നോക്കാം. നല്ല പാലൊക്കെ നല്ല അബ്സോർബ് ചെയ്ത് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പുട്ടുപൊടി എടുക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ വേറൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം അതിലേക്ക് നമ്മുടെ ആ പഴത്തിൻ്റെ കൂട്ട് വെച്ചു, പിന്നെ അതിൻ്റെ മേലെ പൊടിയിട്ടിട്ട് പിന്നെ വീണ്ടും കുറച്ച് പഴത്തിൻ്റെ കൂട്ട് വെച്ച് അടച്ച് അടുപ്പത്ത് വെച്ച് ഒരു സാധാരണ പുട്ട് വേവിക്കുന്നത് പോലെ ആവി കയറ്റിയെടുക്കാവേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ചും കൂടിയൊക്കെ മധുരം വേണമെന്നുള്ളവർക്ക് ആ പുട്ടുപൊടിയുടെ കൂടെയും കൂടെ കുറച്ച് മധുരം ഇടുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.